Hi friends, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡ്യൂൾ 9ലെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസിലെ റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് മാസിനെ കുറിച്ചാണ്. മാസ് എന്ന് പറയുന്നത് ഒരു ബോഡിയിലുള്ള എമൗണ്ട് ഓഫ് മാറ്ററിന്റെ മെഷറിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആയിരിക്കും. അതിന്റെ ഡയമെൻഷൻ ഫോർമുല ആണെങ്കിലോ m⁻1 L⁻0 T⁻0 ആണ് മാസിന്റെ ഡയമെൻഷൻ ഫോർമുല. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി വെയിറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് സ്മോൾ w ഇസ് ഈക്വൽ ടു m ഇൻറ്റു ജി ആയിരിക്കും. അതിൽ ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. നേരത്തെയുള്ള എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്മോൾ ജി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇനി വെയിറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആയിരിക്കും. അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് m⁻1 L⁻1 T⁻2 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെൻസിറ്റിയെ കുറിച്ചാണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്തു, എന്നിട്ട് അതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ ആ മെറ്റീരിയൽ കാണിക്കുന്ന ഡെൻസിനെസ്സിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയിരിക്കും. ഡെൻസിറ്റി റിപ്രസെന്റ് ചെയ്യുന്നത് റോ വെച്ചിട്ടാണ്. അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആയിരിക്കും. ഇനി അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് m⁻1 L⁻3 T⁻0 ആയിരിക്കും അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീഡിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് സ്പീഡ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. സറൗണ്ടിങ്സിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സ്കെയിലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഉണ്ടാവില്ല. അതിന്റെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇനി അതിന്റെ ഡയമെൻഷൻ ഫോർമുലയോ m⁻0 L⁻1 T⁻2. ഇനി അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക, ഇക്വേഷനും പിന്നെ യൂണിറ്റ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് സറൗണ്ടിങ്സിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോയത്. സ്പീഡ് എന്ന് പറയുന്നത് സറൗണ്ടിങ്സിനനുസരിച്ച് ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള ആ ഒരു സറൗണ്ടിങ്സിലുള്ള റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. ഇനി അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് സ്പീഡിന് സെയിം ആണ്, m⁻0 L⁻1 T⁻1. ഇനി ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നതോ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ സ്പീഡിന്റെയും വെലോസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന വർക്കിനെ കുറിച്ചാണ്. വർക്ക് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫോഴ്സ് കാരണം ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായാൽ നമുക്ക് എന്ത് പറയാം? വർക്ക് ഡൺ ചെയ്തു എന്ന് പറയാം. ഇനി വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഇനി വർക്കിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. 1 ജൂൾ എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ മീറ്റർ ആണ്. 1 ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. ഇനി അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് m⁻1 L² T⁻2 ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പവർ ആണ്. പവർ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈമിനെയും നമുക്ക് പവർ എന്ന് പറയാം. ഇനി SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആയിരിക്കും. പവറിന്റെ ഫോർമുല എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ ടൈം ആയിരിക്കും. അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് m⁻1 L² T⁻2 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജിയെ കുറിച്ചാണ്. എനർജി എന്ന് പറയുന്നത് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. അപ്പൊ കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക് എന്ന് പറയുന്നത് എനർജിയാണ്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആയിരിക്കും. ഇനി അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് m⁻1 L² T⁻2 ആയിരിക്കും. മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജീസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന ഒരു ബോഡിയുടെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് mgh ആയിരിക്കും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ട്രെയിൻ എനർജിയാണ്. സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഒരു എലാസ്റ്റിക് ബോഡി ഡീഫോർമേഷന്റെ സമയത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജീനെയാണ് നമ്മൾ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത്. സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു ക്യാപിറ്റൽ W ഇൻറ്റു എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു എസ് ഇൻറ്റു എക്സ് സ്ക്വയർ ആയിരിക്കും. ഇനി അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ മാസും അതിന്റെ വെലോസിറ്റി ഓഫ് മോഷനും വെച്ചിട്ടാണ് നമ്മൾ കൈനറ്റിക് എനർജി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി സ്ക്വയർ ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹീറ്റ് ആണ്. ഹീറ്റ് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയെ ഒരു മീഡിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ടോ ഒബ്ജക്റ്റിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമുക്ക് ഹീറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എനർജി സോഴ്സിൽ നിന്ന് വേറൊരു മീഡിയത്തിലോട്ടോ ഒബ്ജക്റ്റിലോട്ടോ നമുക്ക് ആ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഹീറ്റ് എന്ന് പറയാം. ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് എനർജിയാണ്. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് വർക്കാക്കാൻ പറ്റും. ഇനി മെയിൻ സോഴ്സസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് സണ്ണും കെമിക്കലും ഇലക്ട്രിക്കലും ന്യൂക്ലിയറും ഒക്കെയാണ് മെയിൻ സോഴ്സസ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് തെർമോമീറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ പൈറോമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹീറ്റ് മെഷർ ചെയ്യുന്നത്. ഹീറ്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. ഇനി അതിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് പറയുന്നത് m⁻1 L² T⁻⁻2 ആയിരിക്കും. മെയിൻ ആയിട്ട് 3 മെക്കാനിസം വഴിയാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആണ്. കണ്ടക്ഷൻ എന്ന് പറയുന്നത് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന്റെ ഡയറക്റ്റ് കോണ്ടാക്ട് വെച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് കണ്ടക്ഷൻ എന്ന് പറയും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺവെക്ഷൻ ആണ്. കൺവെക്ഷൻ എന്ന് പറയുന്നത് ഈ ഹീറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റ് കാരണം ഫോം ചെയ്യുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് നമ്മൾ കൺവെക്ഷൻ എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റേഡിയേഷൻ ആണ്. റേഡിയേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയേഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹോട്ട്നെസ് അല്ലെങ്കിൽ കോൾഡ്നെസിന്റെ മെഷറിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയുടെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ടേമിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിന്റെ ആവറേജ് കൈനറ്റിക് എനർജിയുടെ മെഷർ എന്നും നമുക്ക് ടെമ്പറേച്ചറിനെ പറയാം. ടെമ്പറേച്ചർ കൂടുന്തോറും ഒരു പാർട്ടിക്കിളിന്റെ മോഷനും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഈ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് തെർമോമീറ്റർ ആണ്. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആയിരിക്കും. ഇനി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് TF = 9/5 TC + 32 ആയിരിക്കും. ഇനി ഫാരൻഹീറ്റിനെ സെൽഷ്യസിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് TC = 5/9 TF - 32 ആയിരിക്കും. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.